ഇന്നത്തെ വർക്കൗട്ട് ഓ തുടങ്ങല്ലോ. നിസ്സാരം 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 നിസ്സാരം. സാർ ഒരു ഡൗട്ട്, AC ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണതുകൊണ്ട് ഫലം കുറയും? ഇത് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നതാണ്. കാരണം ഇപ്പോൾ ജിമ്മുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ കുറേ പേര് എൻ്റെ മനസ്സിലുള്ളതാണ് ഈ AC ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ എഫക്റ്റ് കുറവായിരിക്കും, വെയിറ്റ് ലോസ് ഒന്നും കിട്ടില്ല, നമ്മുടെ മസിലൊന്നും ബിൽഡാവില്ല എന്നുള്ളത്. പക്ഷേ ഒരു തെറ്റായ ധാരണയാണ്. കാരണം നമ്മളൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്വെറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ആൾക്കാർ പറയുന്നത് എന്താണ്, ശരീരം നന്നായിട്ട് ഇപ്പോൾ പല പേഷ്യൻസ് പറയുന്നുണ്ട് നല്ലോണം വിയർക്കുന്നത്ര ഞാൻ നടക്കാറുണ്ട് ഡോക്ടറെ എന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ ഈ വിയർപ്പ് അഥവാ സ്വെറ്റിങ് എന്നുള്ളത് നമ്മുടെ ഒരു ബോഡിയിലുള്ള ഒരു നോർമൽ പ്രോസസ്സാണ്. നമ്മുടെ ഈ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹീറ്റ് ഡെവലപ്പ് ആകുമ്പോൾ ആ ഹീറ്റ് വെളിയിലോട്ട് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോഡി സ്വെറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് വെയിറ്റുമായിട്ട് നമുക്ക് ഒരിക്കലും ബന്ധപ്പെടുത്താനേ പറ്റില്ല. കൂടുതൽ വിയർത്ത് കഴിഞ്ഞാൽ കൂടുതൽ വെയിറ്റ് കുറയുന്നുള്ളത് വളരെ തെറ്റായ ധാരണയാണ്. മാത്രമല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് വെയിലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നല്ലോണം വിയർക്കുമല്ലോ അല്ലേ. അപ്പോൾ നല്ലോണം വെയിറ്റ് ലോസ് കിട്ടുമോ? ഒന്നും കിട്ടാറില്ല അല്ലേ. അപ്പോൾ സ്വെറ്റിംഗ് കൊണ്ട് മാത്രം ഒരിക്കലും നമുക്കതൊന്നും വെയിറ്റ് ലോസുമായിട്ട് ബന്ധപ്പെടുത്താനേ ഇല്ല. അത് വളരെ തെറ്റായ ധാരണയാണ്. ശരിക്കും പറഞ്ഞാൽ AC ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല എഫിഷ്യൻസി കൂടും. കാരണം നമ്മൾ സ്വെറ്റ് ചെയ്യില്ല. സ്വെറ്റ് ചെയ്യാതെ വരുമ്പോഴത്തേക്കും നമുക്ക് ഡീഹൈഡ്രേഷൻ കുറയും. അപ്പോൾ നമുക്ക് ഇഫക്റ്റീവായിട്ട് കൂടുതൽ നേരം വർക്കൗട്ട് ചെയ്യുവാനും നമുക്ക് നല്ല രീതിക്കുള്ള വർക്കൗട്ട് ചെയ്യാനും തീർച്ചയായിട്ടും അത് സഹായിക്കുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള നമ്മുടെ ടയർഡ്നെസ് അതൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പോൾ ഒരിക്കലും ഒരു പ്രശ്നമുള്ള കാര്യമല്ല AC ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് വർക്കൗട്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ AC ജിമ്മിൽ വേണം. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഫിഷ്യൻസി കൂടുകയും ചെയ്യും. അപ്പോൾ ചോദിക്കുന്നവരോട് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ.